ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ചേരുവ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സ്നാക്കാണ്. അപ്പോൾ നമ്മളത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഫ്രൈഡ് ഫിംഗറാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. സ്കൂളിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ ഒത്തിരി ഇഷ്ടമാവും. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 എടുത്താൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഫിംഗർ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിലാണ് ഞാൻ അത് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ഒരു ഫ്രൈഡ് ചിക്കൻ്റെ ആ ഒരു കോട്ടിംഗ് ആട്ടോ നമ്മൾ ഇതിന് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിനാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെയെല്ലാം ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒറിഗാനോയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓപ്ഷനായിട്ട് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയുടെ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. ഒരുപാട് ലൂസായി പോയത്. നമ്മൾ ബജ്ജി മാവൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ വേണം നമ്മൾ ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ മാവൊക്കെ ഞാനിവിടെ നന്നായിട്ട് തന്നെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കട്ടിയിലാണ് കേട്ടോ ഞാൻ മാവ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഓരോ ഉരുളക്കിഴങ്ങിൻ്റെ പീസും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ മാവിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഈ മാവൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മേൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അത് ലൂസിൽ നമ്മൾ ഒരു മാവ് റെഡിയാക്കിയതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവിൽ മുക്കിയിട്ടുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. പ്രസ് ചെയ്യൊന്നും വേണ്ട. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തിട്ട് കയ്യിലിട്ടിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ അതിന്മേ പിടിച്ചിട്ടുള്ള ഒരു പൊടിയൊക്കെ ഒന്ന് പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മാവിൽ മുക്കിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇടുന്ന സമയത്ത് നിറയെ മാവുണ്ടാവും. അപ്പോൾ അതൊക്കെ പൊടിയിൽ പോവില്ല എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഫ്രൈഡ് ചിക്കൻ്റെ മേലുള്ള ഒരു കോട്ടിങ് പോലെ നമുക്ക് ഇതിൻ്റെ മേലിലും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ മൈദയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നല്ല ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇട്ടതിന് ശേഷം ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളതൊന്ന് ഇളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഫ്ലെയിം നല്ല കൂട്ടിയിട്ട് തന്നെ ഇരുന്നോട്ടെ നമ്മൾ ഇടുന്ന സമയത്ത്. പിന്നെ ഒന്ന് കുറച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഓരോന്ന സമയത്തും ഫ്ലെയിം കൂട്ടിയിട്ട് നമുക്ക് കോരിയെടുത്താൽ മതി. അപ്പോഴേ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ട് നമ്മുടെ ഇതിൻ്റെ മേൽഭാഗമൊക്കെ നല്ല ഒരു ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്നും അത് കോരിയെടുക്കാം. അപ്പോൾ ഒട്ടും എണ്ണയൊന്നും ഇല്ല കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ ഉണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് റെസിപ്പി തന്നെയാണ്. നമ്മുടെ വീട്ടിലുള്ള ചെയ്ത് വെച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. ഇനി പുതിയൊരു നല്ലൊരു റെസിപ്പി വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ.